റേഷനറി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. രാവിലെ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് റേഷനറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പുഴുങ്ങലരി തന്നെ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്ത് കുറച്ച് സമയം വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കണം. നമ്മൾ രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ രാത്രി തന്നെ അരി വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരി നമ്മൾ നല്ല പോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുത്ത് നമുക്കിതൊന്ന് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഊറ്റിയെടുത്ത് അരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇത് അരക്കുന്നത്. ഇത് കാണുമ്പോൾ പച്ചരിയാണെന്നൊക്കെ തോന്നുന്നുണ്ടാകും. റേഷനരി വെള്ളത്തിലിട്ട് 6 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതുപോലെ നല്ല വെളുത്ത കളറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും 2 ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകവും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരക്കുന്നത്. ആദ്യം അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഈ 1 കപ്പ് വെള്ളം ചേർത്ത് ഇതുപോലെയുള്ള ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില മിക്സിയിൽ പുറത്തേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചിട്ട് ബാക്കിയുള്ള വെള്ളം ചേർത്ത് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ബാറ്റർ ഞാനിവിടെ ഒരു പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് നല്ലപോലെ കുറുക്കിയെടുക്കണം. ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വറ്റിച്ച് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ മാവ് ഉണ്ടാക്കൂലേ, ആ ഒരു മാവിൻ്റെ പരുവത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത്. ഏകദേശം ഒരു 5 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ തിക്കായിട്ട് വരും കേട്ടോ. കണ്ടോ, നമ്മുടെ മാവ് ഇതാ നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമ്മൾ അടിയിൽ എണ്ണയൊന്നും ചേർക്കണ്ട. വേറെ എന്തെങ്കിലും ഇരുമ്പ് ചട്ടിയൊക്കെ ആണെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നതിന് അടിയിൽ കുറച്ച് എണ്ണ പുരട്ടുന്നത് നല്ലതാണ് കേട്ടോ. എണ്ണ പുരട്ടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നങ്ങോട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിലൊക്കെ ആകെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അത് പുഴുങ്ങലരി ആയതുകൊണ്ടാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് റെഡിയാക്കാം. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോൾസ് ഉണ്ടാക്കൂലേ, ആ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് മതി കേട്ടോ. ഇതാ നല്ല പോലെ ഇത് ഉരുട്ടി ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഓയിലൊക്കെ വാങ്ങുന്ന ഇതുപോലുള്ള ചെറിയൊരു കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പത്തിരി പ്രസ്സിൽ വെക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കവറോ അല്ലെങ്കിൽ ഏതെങ്കിലും കവർ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇതുപോലെ ആ ഒരു കവർ വെച്ചിട്ട് അതിനുള്ളിൽ ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മാവ് വെച്ചിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ചെണ്ണം പരത്തി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 30 സെക്കൻഡോളം ഒരു ഭാഗം അങ്ങനെ വെന്ത് വരട്ടെ. ആ ഒരു സമയത്ത് ജസ്റ്റ് ഒരു സ്പൂണോ ചട്ടുക വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. എന്നിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. ചൂടോടെ കൂടെ കഴിക്കാൻ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. നമ്മൾ പൂരിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതല്ലേ, അതുപോലെ തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ചിക്കൻ കറിയുടെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി ഇല്ലാതെ തന്നെ നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി, ചെറിയ ജീരകം, തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് കറിയില്ലാതെ ചൂടോടെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്